Good afternoon. Good afternoon, ma'am. Good afternoon. Teacher, link അറിയിക്കാവാണല്ലോ. Good afternoon. Teacher. Okay. Start ചെയ്തല്ലോ. നമ്മള് ഹോസ്പിറ്റൽ എമർജൻസി കോഡ് ആണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. എന്താണ് ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് ഫോർ അൺഎക്സ്പെക്ടഡ് എന്നുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്താണ് ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an emergency code is a signal indicating an event that demands prompt attention. എന്താണ് അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു സിഗ്നലാണ് എന്ത് എമർജൻസി കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് പ്രിപ്പയറിംഗ് ഫോർ അൺഎക്സ്പെക്ടഡ് അല്ലെ, എന്തെങ്കിലും എന്താണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എമർജൻസി ക്യാൻ സ്ട്രൈക്ക് എനിവെയർ ആൻഡ് അറ്റ് എനി ടൈം. എപ്പോ വേണമെങ്കിലും അല്ലെ, അടിയന്തര സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എമർജൻസീസ് എപ്പോ വേണമെങ്കിലും എപ്പോഴും എവിടെയും സംഭവിക്കാം എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? Strict spirit of proactivity. We encourage you to have your own emergency preparedness plan. അപ്പോ അതിന്റെ ഭാഗമായിട്ട് പല മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലിന്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് എന്താണ് ഒരു അടിയന്തര ആവശ്യത്തിനുള്ള തയ്യാറെടുപ്പ് പ്ലാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് മോക്ക് ഡ്രിൽസ്, നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ പഠിച്ചതാണ് മോക്ക് ഡ്രിൽസ് ഒക്കെ. എന്താണ് ഇപ്പോ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഇപ്പൊ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതെങ്ങനെ എടുത്താനായിട്ട് പറ്റും എന്നുള്ളൊരു അവയർനെസ് ക്ലാസ് പല ക്ലാസ്സിലും പല കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് NSSന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ കൊറോണ സിറ്റുവേഷൻസ് നിപ്പയൊക്കെ വന്നപ്പോൾ എന്താണ് ഭയങ്കര ആളുകൾക്ക് പേടിയും ഭയവും ഒക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ ആ സിറ്റുവേഷൻസ് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള അവയർനെസ് ക്ലാസ് പല ജില്ലകളിലും മോക്ക് ഡ്രിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞത് ഈ CPR കൊടുക്കുന്നത്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ പേടിച്ച് മാറി നിൽക്കാതെ അയാളെ ജീവൻ രക്ഷിക്കാം അല്ലെ. എങ്ങനെ CPR കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ പല അവയർനെസ് ക്ലാസ്സുകളും സ്കൂളുകളിലൊക്കെ NSSന്റെ ഭാഗമായിട്ട് പോലീസുകാരൊക്കെ വന്നിട്ട് ചെയ്ത് നമ്മളെ കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പറയുന്നത്. പ്രിപ്പയറിംഗ് ഫോർ ദ അൺഎക്സ്പെക്ടഡ്. ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് പ്ലാൻ ചെയ്യാതെയുള്ള അൺഎക്സ്പെക്ടഡ് പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ആ സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഇവന്റ്സുകൾ നമുക്ക് എങ്ങനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമുള്ള സ്റ്റാഫുകൾ. നെക്സ്റ്റ് നോക്കാം. പർപ്പസ് ഓഫ് എമർജൻസി കോൾ: to deliver medical care and assistance to patient and individuals affected by an incident while maintaining care and safety. Safety എന്നാണ് കേട്ടോ. അവിടെ ബ്രാക്കറ്റ് ഇല്ല, ബ്രാക്കറ്റ് ഉണ്ടോ നിങ്ങളുടെ safety of patients, employees and visitors within a health care facility during an emergency event or incident. അപ്പൊ എന്താ പറയുന്നത്, ഒരു അടിയന്തര സംഭവം, ഒരു അടിയന്തരമായിട്ടുള്ള ഇവന്റ്, എമർജൻസി ആയിട്ടുള്ള ഒരു ഇവന്റോ അല്ലെങ്കിൽ ഇൻസിഡന്റോ ഒക്കെ ഉണ്ടാകുമ്പോ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലുള്ളിൽ രോഗികളുടെയും ജീവനക്കാരെയും സന്ദർശകരെയും ഒക്കെ പരിചരണവും അവരുടെ പരിചരണവും സുരക്ഷയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സംഭവത്തില് ആ സംഭവങ്ങൾ ബാധിച്ച രോഗികൾക്കും വ്യക്തികൾക്കും വൈദ്യ പരിചരണവും സഹായം നൽകുന്നതിന് എമർജൻസി കോഡുകൾ സഹായിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലുകളില്
എന്താണ് സെക്കൻഡ് ഫ്ലോറിൽ ഒരു റൂമിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഡിപ്പാർട്ട്മെന്റിൽ പല അല്ലെങ്കിൽ ആ ഫ്ലോറിൽ എന്താണ് പല റൂമുകളും ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെയുള്ള പേഷ്യൻസിനെയും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ സുരക്ഷയും അവരെ സുരക്ഷിതമായിട്ട് വേറെ രീതിയിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ വേറെ ഇടത്തേക്ക് മാറ്റുകയും അവരെ പരിചരിക്കുകയും അവരെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവരെ നമ്മൾ പരിചരിക്കുക, അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു സേഫ്റ്റി കൊടുത്തുകൊണ്ട് മറ്റൊരിടത്തേക്ക് മാറ്റുകയും അതുപോലെ തന്നെ തീപിടുത്തം ഒരു റൂമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റൂമിലുള്ള പേഷ്യൻസിനെയും അവരുടെ ഫാമിലീസിനെയും നമ്മൾ എന്ത് ചെയ്യാം, സുരക്ഷിതമായിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുകയും വേണം. അതോടൊപ്പം തന്നെ അവിടെയുള്ള അല്ലെങ്കിൽ ആ ഫ്ലോറിലുള്ള എല്ലാ പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനൊക്കെ അവർക്ക് സുരക്ഷ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ എമർജൻസി കോഡ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും എമർജൻസി കോഡ് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു തീപിടുത്തം സംഭവിച്ചു കഴിഞ്ഞാല് ആ റൂമിലെ ആളുകളെ മാത്രം നമ്മൾ നോക്കാനായിട്ടോ അല്ലെങ്കിൽ ആ റൂമിലുള്ള ആളുകൾക്ക് മാത്രം സേഫ്റ്റി കൊടുത്താൽ പോരാ അല്ലെ. ബാക്കിയുള്ള റൂംസിലെ ആൾക്കാരും വിസിറ്റേഴ്സിനായാലും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും നോക്കിക്കൊണ്ട് അവർക്കും സുരക്ഷിത അല്ലെങ്കിൽ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് കുട്ടികളെയും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെയും ഫാമിലിക്കും നല്ല രീതിയിലുള്ള സേഫ്റ്റി സുരക്ഷ അതൊക്കെ കൊടുത്തുകൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ട് ഈ എമർജൻസി കോഡുകൾ സഹായകമാണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ടൈപ്സ് ഓഫ് കോഡ്സ്. നിങ്ങള് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഡിസാസ്റ്ററിലൊക്കെ ടൈപ്സ് ഓഫ് കോഡ്സ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, കോഡ് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ ആണ്. ഓർമ്മ വേണം കേട്ടോ, കോഡ് റെഡ് എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിക്കാറുണ്ട്. കോഡ് റെഡ് എന്ന് പറഞ്ഞാൽ ഫയർ ആണ്. അതുപോലെ തന്നെ കോഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബോംബ് ത്രെഡ്സ് ഓർ സസ്പീഷ്യസ് പാക്കേജ്. ഓക്കെ, എന്താണ് ഈ ബോംബ് ത്രെഡ്സ് അതുപോലെ തന്നെ സസ്പീഷ്യസ് പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഡ് ബ്ലാക്ക് ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോഡ് പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റേജ് ടേക്കിംഗ് കണ്ടോ, അവിടെ കുട്ടിയെ ഒരാൾ പിടിച്ചത് കൊണ്ടല്ലേ എന്തിയാക്കൽ. ഓക്കെ, ആ പിക്ചർ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, കുട്ടിയെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കോഡ് പർപ്പിള്. ഓക്കെ, ഹോസ്റ്റേജ് ടേക്കിംഗ്, ബന്ദിയാക്കൽ. ഹോസ്റ്റേജ് മീൻസ് ബന്ദിയാക്കൽ. ഇനി എന്താണ് കോഡ് വൈറ്റ്, ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ വയലന്റ് ബിഹേവിയർ അല്ലെ. അവിടെ എന്താണ് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള കോഡാണ് എന്ന് പറയുന്നത് കോഡ് വൈറ്റ്, ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ വയലന്റ് ബിഹേവിയർ. ഓക്കെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, അങ്ങനെയുള്ള ആളുകളൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താ കോഡ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്സിംഗ് പേഷ്യന്റ്. ഓക്കെ, മിസ്സിംഗ് പേഷ്യന്റ് സവണത് കേട്ടോ. ഇനി എന്താണ് കോഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസാർഡ്സ് മെറ്റീരിയൽസ് സ്പിൽ ഓർ ലീക്ക്. ഓക്കെ, ഹസാർഡസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹസാർഡസ് എന്തായിരിക്കാം, ഹസാർഡസ് മെറ്റീരിയൽ മാനേജ്മെന്റിലൊക്കെ പഠിച്ചിട്ടല്ലേ. എന്താണ് ഹസാർഡസ് ആൻഡ് നോൺ ഹസാർഡസ് മെറ്റീരിയൽ അറിയോ? ഹസാർഡസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് ഹസാർഡസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അറിയില്ല, ഹാനികരമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ. ഓക്കെ, മാരകമായിട്ടുള്ള അല്ലെ, കെമിക്കൽ ശുദ്ധമുള്ള മെറ്റീരിയൽസ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എന്താണ് ലീക്ക് ആവുന്നത്. ഓക്കെ, അതിലേക്കാണ് നമ്മൾ കോഡ് ബ്രൗൺ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി കോഡ് ഗ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലോസ് ഓർ എയർ എക്സ്ക്ലൂഷൻ. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ലോസ് അതിനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് കോഡ് ഗ്രേ.
കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ കോഡ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. കോഡ് ഓറഞ്ച് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. കോഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവാക്വേഷൻ, ഒഴിപ്പിക്കല്. അപ്പം പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് ഇപ്പൊ വീടുകളിൽ നിന്ന് മറ്റ് എന്താണ് ഇപ്പൊ കടലിൽ നിന്ന് മഴവെള്ളം കയറാം, അതുപോലെ തന്നെ ദുരന്തങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടുന്നതൊക്കെ ആകുമ്പോൾ എന്താണ് ആ ആളുകളുടെ വീട്ടിൽ നിന്ന് ക്യാമ്പിലേക്ക് ഒഴിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റാറുണ്ട് ആളുകളെ. അപ്പൊ അതാണ് പറയുന്നത് ഇവാക്യുവേഷൻ. ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കൽ. ഇനി ഒഴുക്കുക അറിയാലോ, അവിടെ ഹാർട്ടിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒഴുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആണ്, അതിന്റെ എമർജൻസീസ് ആണ്. വായിച്ചോക്കെ കോഡ്, ടൈപ്സ് ഓഫ് കോഡും അതുപോലെ തന്നെ പർപ്പസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ 1 to 6 വരെയുള്ള നമ്പേഴ്സ്. അവിടെ നോക്കിയ കോഡ് എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി ആണ്. കോഡ് 2 ഫയർ ഇൻ ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ബ്രൗൺ ഹസാർഡസ് മെറ്റീരിയൽസ് ഇനി പറയുന്നത് കോഡ് ബി എന്താണ് ഇൻഫന്റ് ഓർ ചൈൽഡ് അബ്ഡക്ഷൻ. ഓക്കെ, എന്താണ് ഈ തട്ടിക്കൊണ്ടുപോവാ, അപഹരിക്കുക എന്നൊക്കെ പറയുന്ന മീനിങ് ആണ് അബ്ഡക്ഷനിലൂടെ എടുത്തത്. ഇനി എന്താ കോഡ് ഗ്രേ. കോഡ് ഗ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലോസ് ഓർ എയർ എക്സ്ക്ലൂഷൻ. കോഡ് ഓറഞ്ച് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. Code shall be announced twice over the PA system and shall be repeated every 30 seconds for 2 minutes of at least every 6 months in the
all in all shifts and done areas specific, especially in column number areas like OT in the operation DH, ICUs, dialysis, etc. Okay, ICU ന്റെ അവിടെ ഒരു കോമന്റ് കൊടുക്കാം കേട്ടോ. എക്സ് എന്നുള്ളത് ജസ്റ്റ് ക്രിട്ടിക്കൽ OT, ICU and dialysis അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ICU, dialysis. കറക്റ്റ് ആണോ? PDF-ല് ടെക്സ്റ്റിലൊക്കെ കറക്റ്റ് ആണോ? തെറ്റ് തിരുത്തിയിട്ടുണ്ടോ? കറക്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ഇല്ല, നെക്സ്റ്റ് ഉണ്ട് അല്ലെ? അപ്പൊ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് വിട്ടി കളഞ്ഞിട്ട് അവിടെ ഒരു കോമന്റ് കൊടുക്കാം. ഡയാലിസിസ് എക്സെട്ര അത്രയും മതി കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ, ICU, ഡയാലിസിസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അവിടെ നമ്മള് കോഡ് എങ്ങനെ പറയുന്നതിനാണ് കൊടുത്തിരിക്കുന്നത്? അനൗൺസ് ചെയ്യോ അല്ലെ? മൂന്ന് പ്രാവശ്യമായിട്ട് 3 ടൈംസ് ആയിട്ടാണ് കോഡ് അനൗൺസ് ചെയ്യുന്നത്. ചിലപ്പോ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവും. ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇങ്ങനെ കോഡ് അവരെ വിളിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ ഓക്കെ, ഞാൻ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലേ എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? ഓക്കെ, കോഡ് എന്റെ മദർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ICU കിടന്നതാണ്. ആ ടൈമിൽ ഇങ്ങനെ അവിടെ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഇങ്ങനെ പേഷ്യന്റ് വന്നപ്പോ എന്താണ് ഇങ്ങനെ കോഡ് 3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ട് അപ്പൊ അവരുടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി കൂടി അങ്ങനെ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ഉണ്ടായി എനിക്ക്. അപ്പൊ 3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് പറയാം. അതിനുശേഷം എന്താണ് റിപ്പീറ്റ് എവറി എന്താണ് 30 സെക്കൻഡിൽ അത് റിപ്പീറ്റ് ചെയ്യും അല്ലെ? അതുപോലെ തന്നെ പറയുന്നത് എന്താണ് 2 പ്രാവശ്യം അതിങ്ങനെ എവറി എന്താണ് 2 മിനിറ്റ്സ് കൂടുമ്പോഴേക്കും അതിങ്ങനെ എന്താണ് 30 സെക്കൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 30 സെക്കൻഡിൽ അതുപോലെ തന്നെ 2 മിനിറ്റ്സ് കൂടുമ്പോഴും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ കോഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ എന്താണ് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ എന്താണ് അവരിങ്ങനെ 3 പ്രാവശ്യം ടൈം അവരിങ്ങനെ കോഡ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെങ്ങനെയാണ് എവറി 30 സെക്കൻഡ് 2 മിനിറ്റ് കൂടുമ്പോഴേക്കും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നേരായിട്ട് 3 പ്രാവശ്യം. ഓക്കെ, അതുപോലെ തന്നെ മോക്ക് ഡ്രിൽസ് അവിടെ 2 മിനിറ്റ്സിന്റെ അവിടെ ഒരു ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം കേട്ടോ. ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. ഫുൾ സ്റ്റോപ്പ് 30 seconds for 2 minutes എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് ആണ് മോക്ക് ഡ്രിൽസ് are at least every 6 months in all shift and that area specific especially in vulnerable area like the operation theatre, ICU, dialysis, etc. ഇങ്ങനെയുള്ള ദുർബലമായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? ഏരിയാസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ, ICU, ഡയാലിസിസ് എന്ന ഏരിയകളില് ഇങ്ങനെ എന്താണ് എവറി 6 months 6 മാസം കൂടുമ്പോഴേക്കും ഇങ്ങനെയുള്ള മോക്ക് ഡ്രിൽസുകൾ നമ്മൾ കൊടുക്കണം. മോക്ക് ഡ്രിൽസുകൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ അതുപോലെ തന്നെ ICU, ഡയാലിസിസ് പേഷ്യൻസിനൊക്കെയാണ് ചിലപ്പോൾ ഞങ്ങളുടെ കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരാൻ സാധ്യത. അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ സ്റ്റാഫുകൾക്ക് അവര് നല്ല രീതിയിൽ ഇപ്പൊ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ച് മാറി നിൽക്കാതെ നമുക്ക് എക്സ്പീരിയൻസും മോക്ക് ഡ്രിൽസ് ഒക്കെ നമ്മൾക്ക് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണല്ലോ മോക്ക് ഡ്രിൽസ്. എങ്ങനെ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുമ്പോ അല്ലെങ്കിൽ ആ പേഷ്യന്റ് പെട്ടെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു തയ്യാറെടുപ്പാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. അത് എവറി 6 months കൂടുമ്പോഴും ആ ഏരിയാസിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഓപ്പറേഷൻ തിയേറ്ററുണ്ട്, ICU ഉണ്ട്, ഡയാലിസിസ് ഏരിയാസിലുള്ള സ്റ്റാഫുകൾക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ അത് കണ്ടവർ മനസ്സിലാക്കി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ അവർ പേടിച്ച് മാറി നിൽക്കാതെ
എങ്ങനെ രോഗികളെ നമുക്ക് ജീവിതത്തിലോട്ട് കൊണ്ടുവരാം എന്നൊരു രീതിയിലേക്ക് അവര് മാറും. അതിന് വേണ്ടിയിട്ടാണ് എവറി 6 months കൂടുമ്പോഴും ഇങ്ങനെയുള്ള ഏരിയാസിൽ ഇങ്ങനെയുള്ള മോക്ക് ഡ്രിൽസുകൾ കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ. Some of the more widely used code in hospital includes ഏതൊക്കെയാണ്? കോഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബോംബ് ത്രെഡ്സ് ആണ് കേട്ടോ. ബോംബ് ത്രെഡ്സ് സസ്പീഷ്യസ് പാക്കേജ്, ഈ സംശയാസ്പദമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോഡ് ബ്ലാക്ക് ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ കോഡ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് വയലറ്റ് അല്ല കേട്ടോ, അവിടെ കോഡ് പർപ്പിൾ എന്ന് കൊടുക്കും കേട്ടോ. വയലറ്റ് മാറ്റി പർപ്പിൾ എന്ന് കൊടുക്കാം. പർപ്പിൾ ഇവിടെ കൊടുത്തിട്ടില്ലേ? ഇവിടെ കണ്ടോ? കോഡ് പർപ്പിൾ എന്താ? ഹോസ്റ്റേജ് ടേക്കിംഗ് ആണ് അല്ലെ? ഓക്കെ, ഹോസ്റ്റേജ് ടേക്കിങ്ങിന്റെ കോഡ് എന്ന് പറയുന്നത് കോഡ് പർപ്പിൾ ആണ്. വയലറ്റ് മാറ്റിയിട്ട് അവിടെ ഒരു പർപ്പിൾ ചേർക്കാം കേട്ടോ. കോഡ് വയലറ്റ് എന്നല്ല, കോഡ് പർപ്പിൾ എന്നാക്കാം. ഹോസ്റ്റേജ് ടേക്കിംഗ്. ഓക്കെ, കുട്ടിയെ വേണ്ടിയാക്കി വെക്കുന്നത്. ഇനി അതുപോലെ തന്നെ യെല്ലോ എന്ന് പറയുന്നത് മിസ്സിംഗ് പേഷ്യന്റ് ആണ്. കോഡ് വൈറ്റ് എന്ന് പറഞ്ഞ വയലന്റ് ഓർ കോമ്പാക്റ്റീവ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴക്കുണ്ടാക്കാൻ തയ്യാറായിട്ടുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. വഴക്കുണ്ടാക്കാൻ തയ്യാറായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള പേഷ്യൻസ്, പേഷ്യൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോഡ് വയലന്റ് എന്ന് പറയുന്നത് കേട്ടോ. വൈറ്റ്. അതുപോലെ തന്നെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ്? ഭയങ്കര വയലൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെയാണ് കോഡ് വൈറ്റ് എന്നതുകൊണ്ട്. ഓക്കെ, കോഡ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇവാക്യുവേഷൻ ആണ്, ഒഴിപ്പിക്കൽ. ഓക്കെ, എന്തെങ്കിലും ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഫ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്? വീട്ടിൽ നിന്ന് ആളുകളെ ക്യാമ്പിലേക്ക് നമ്മൾ ഒഴിപ്പിക്കാറുണ്ട്, മാറ്റാറുണ്ട് അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവാക്യുവേഷൻ, ഒഴിപ്പിക്കൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കോഡിന്റെ കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് കോഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓരോ കോഡുകൾ നമ്മൾ പറഞ്ഞു. കോഡ് റെഡ് ഫയർ ആണ്, കോഡ് ബ്ലാക്ക് ബോംബ് ത്രെഡ്സ് ആണ് അല്ലെങ്കിൽ സസ്പിഷ്യസ് പാക്കേജ്, കോഡ് പർപ്പിൾ ഹോസ്റ്റേജ് ടേക്കിംഗ് ആണ്, കോഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ വയലന്റ് ബിഹേവിയർ, കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ് ആണ്, കോഡ് ബ്രൗൺ എന്ന് പറയുന്നത് ഹസാർഡസ് മെറ്റീരിയൽസ് സ്പിൽ ലീക്കേജ് ആവുന്നത്, കോഡ് ഗ്രേ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ലോസസ് ഓർ എയർ എക്സ്ക്ലൂഷൻ. അതുപോലെ തന്നെ കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. കോഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഇവാക്യുവേഷൻ ആണ്. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് ഓർ മെഡിക്കൽ എമർജൻസി ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ഇങ്ങനെ കോഡ് നമ്മൾ 3 പ്രാവശ്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നത് എവറി 3 സെക്കൻഡ് കൂടുമ്പോഴും 2 മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലും ICUലും ഡയാലിസിസ് ഏരിയാസിലൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇങ്ങനെ മോക്ക് ഡ്രിൽസ് എവറി 6 months കൂടുമ്പോഴും ഇങ്ങനെ കൊടുത്തിരിക്കണം. കാരണം എന്താണ്? അവിടേക്കാണ് ഇങ്ങനെയുള്ള എമർജൻസീസ് കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നമ്മള് എന്താണ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോ അവർ പേടിച്ച് മാറി നിൽക്കാതെ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് അങ്ങനെയുള്ള രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മോക്ക് ഡ്രിൽസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കോഡ്സുകളാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് കോഡ് ബ്ലാക്ക് ബോംബ് ത്രെഡ്സ് ആണ് ഓർ സസ്പിഷ്യസ് പാക്കേജ്, കോഡ് പർപ്പിൾ ഹോസ്റ്റേജ് ടേക്കിംഗ് ആണ്, കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ് ആണ്, കോഡ് വൈറ്റ് വയലന്റ് ഓർ ഇൻഡിവിജ്വൽസ്, വയലന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ സൂചിപ്പിക്കുന്ന ഇതാണ് കോഡ് വൈറ്റ് എന്ന് പറയുന്നത്. കോഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഇവാക്യുവേഷൻ ആണ്. ഓക്കെ,
വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഓരോ കോഡുകൾ നമ്മൾ നോക്കി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയല്ലേ. ഇനി ഓരോ കോഡും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ നോക്കിയത്. കോഡ് ബ്ലൂ ആണ് ഫസ്റ്റ് കാര്യം. ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് കോഡ് ബ്ലൂ ആണ്. നമുക്കറിയാം കാർഡിയാക് അറസ്റ്റ് മെഡിക്കൽ എമർജൻസി ആണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, കോഡ് ബ്ലൂ ഈസ് ദ മോസ്റ്റ് യൂണിവേഴ്സലി റെക്കഗ്നൈസ്ഡ് എമർജൻസി കോഡ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എന്താണ് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല്? is the most universally recognized code അല്ലെങ്കിൽ എമർജൻസി കോഡാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോഡാണ് എന്ത്? കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. കോഡ് ബ്ലൂ means the RA medical emergency occurring within the hospital. അല്ലെ, കോഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി എന്നാണ് കോഡ് ബ്ലൂ നമ്മളെ കാണിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ കോഡ് ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോഡ് ബ്ലൂ മീനിങ് ചെയ്യുന്നത്. കോമൺ റീസൺസ് ഫോർ ആക്ടിവേറ്റിംഗ് കോഡ് ബ്ലൂ included cardiac arrest, like a heart attack, dangerous anemia. അവരുടെ അനീമിയ എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ അനീമിയ ആണ്. ഡേഞ്ചറസ് അനീമിയ ഓർ റെസ്പിറേറ്ററി അറസ്റ്റ്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള റീസൺസ് അല്ലെ കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഡ് ബ്ലൂ പറയുമ്പോ എന്തൊക്കെ റീസൺസ് ആണ് വരുന്നത്? ഒന്നല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഈ അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ ഹാർട്ട് റിതം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ മീനിങ് വരുന്നത് അബ്നോർമൽ ഹാർട്ട് റിതം. അബ്നോർമൽ ഹാർട്ട് റിതം. ഓക്കെ, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അബ്നോർമൽ ഹാർട്ട് റിതം, ഡേഞ്ചറസ് അനീമിയ or respiratory arrest കൂടി അതിനെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് കോഡ് ബ്ലൂ നമ്മളെ സൂചിപ്പിക്കുന്നത്. കോഡ് ബ്ലൂ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്? കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു എമർജൻസി കോഡാണ് അല്ലെ. സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു എമർജൻസി കോഡിനെയാണ് നമ്മൾ കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. കോഡ് ബ്ലൂ മീൻ ചെയ്തത് എന്താണ്? ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ടായിട്ടുണ്ട് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള റിസൾട്ട്സ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെങ്കിൽ ഡേഞ്ചറസ് അനീമിയ. എന്താണ് ഡേഞ്ചറസ് അനീമിയ എന്ന് പറഞ്ഞാൽ? അബ്നോർമൽ ആയിട്ടുള്ള ഹാർട്ട് റിതം അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ റീസൺസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കോഡ് ബ്ലൂ. ഇനി കോഡ് റെഡ്. കോഡ് റെഡ് നമുക്കറിയാം എന്താണ്? ഫയർ ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. ഫയർ ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, കോഡ് റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർ ഉണ്ടാവുക. ഹോസ്പിറ്റലിൽ ഫയർ ഉണ്ടാകുന്നതിനെയാണ് കോഡ് റെഡ് സൂചിപ്പിക്കുന്നത്. Remain calm and follow the acronym ARACE. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ്? ഫയർ ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കാതെ കാമാവാല് നമ്മൾ കാമാവാം. അതുപോലെ തന്നെ അക്രിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഷോർട്ട് ഫോം ആണ് അവിടെ എക്സ്പാൻഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അടിയില്. എന്താണ്? ആർ എന്ന് പറഞ്ഞാല് റെസ്ക്യൂ ആണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സസ് ആണ്. സി എന്ന് പറഞ്ഞാല് കൺഫൈൻ. അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റിമേഷൻ. ഓക്കെ, അപ്പൊ റെസ്ക്യൂ എന്ന് അല്ലെങ്കിൽ റിമൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ rescue or remove anyone from immediate danger to the safe area. എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിക്കുക. റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷിക്കുക. ഫയർ ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിച്ച് മാറി നിൽക്കാതെ അവിടെ നിന്ന് ആ തീപിടുത്തത്തിൽ നിന്ന് ആളുകളെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ആളുകളെ നമ്മൾ സേഫ് ഏരിയയിലോട്ട് മാറ്റാനായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. Assess the situation and pull the nearest fire alarm. Okay. Situation നമ്മൾ വിലയിരുത്തുക. ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയിരുത്തുക. സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിയറസ്റ്റ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ഫയർ അലാം എന്ത് ചെയ്യണം? ഈ പുള്ള് വലിക്കുക. ആൻഡ് കോൺടാക്ട്
switchboard with a code or canvas for location. ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മള് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെടണം. ഓക്കെ, ലൊക്കേഷനോ കോഡോ അല്ലെങ്കിൽ ക്യാമ്പസോ ആയിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ്. Confine the fire by closing or doors or windows. എന്ത് ചെയ്യണം? നിയന്ത്രിക്കുക അല്ലെ. കൺഫൈൻ എന്ന് പറഞ്ഞാല് നിയന്ത്രിക്കുക. എന്ത് ചെയ്യാം? ഈ ഡോറുകള്, തീപിടുത്തമുള്ള ഡോറുകൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ വിൻഡോസ് അല്ലെ, വിൻഡോസ് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഡോറുകൾ ക്ലോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എക്സ്റ്റിംഗ്വിഷ്, എക്സ്റ്റിംഗ്വിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെടുത്തുക. എക്സ്റ്റിംഗ്വിഷ് മീൻസ് കെടുത്തുക. എന്ത് ചെയ്യണം? എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ ഓർ ഇവാക്യുവേറ്റ് ദ ഏരിയ. ഫയർ കെടുത്തുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒഴിപ്പിക്കുക അല്ലെ. ആ ഏരിയയിൽ നിന്ന് ഫയർ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ഏരിയാസിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് RACD എന്ന് പറഞ്ഞാല് നമുക്കറിയാം. R എന്ന് പറഞ്ഞാല് റെസ്ക്യൂ, റിമൂവ് ആണ്. A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സസ് ആണ്. കൺഫൈൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. എക്സ്റ്റിംഗ്വിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കുക. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക അല്ലെ. എങ്ങനെയാണ്? ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും സേഫ് ഏരിയയിലേക്ക് അവരെ നമ്മൾ നീക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ വിലയിരുത്തിക്കൊണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ഫയർ അലാം എന്ത് ചെയ്യണം? വലിക്കണം. അതിനുശേഷം നമ്മൾ ലൊക്കേഷൻ ക്യാമ്പസിനെ റിപ്പോർട്ട് ചെയ്യണം, നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ കൺഫൈൻ എന്ത് ചെയ്യണം? ഈ ഡോറുകളും വിൻഡോസുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് അത് നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കാം, ഫയർ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ നമ്മൾ കെടുത്താൻ നോക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളെ നമ്മൾ ഇവാക്യുവേറ്റ് അല്ലെ, ഇവാക്യുവേറ്റ് ഏരിയ പഠിപ്പിക്കാനായിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് PASS. ഓക്കെ, ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വരെ കാർഡിയാക് അറസ്റ്റ്, അതുപോലെ തന്നെ റെഡ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ RACC വരെയും ഒന്ന് വായിച്ചു നോക്കാം. ബാക്കി നമുക്ക് പറയാം കേട്ടോ. അപ്പൊ തന്നെ പഠിച്ചു പോകട്ടോ ഓരോ കാര്യങ്ങൾ.
ചാൻസ് ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. PASS അതിന്റെ എക്സ്പാൻഡ് ബോക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓക്കെ, ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഓക്കെ, A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോസിൽ അറ്റ് ബേസ് ഓഫ് ഫയർ. നോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴൽ വായ അല്ലെങ്കിൽ നാസിക എന്നൊക്കെ പറയും. നമ്മള് എന്താ പൈപ്പിൽ നിന്ന് കറക്റ്റ് ആയിട്ട് വെള്ളം വീഴാൻ വേണ്ടിയിട്ട് ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ വെക്കാറുണ്ടല്ലേ, കുഴൽവായ എന്നൊക്കെ പറയുന്നത്. കണ്ടിട്ടില്ലേ നിങ്ങൾ? കറക്റ്റ് ആയിട്ട് വെള്ളം വീഴാൻ വേണ്ടിയിട്ട് ഇല്ലേ വെക്കാറുണ്ടോ? നിങ്ങള് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അതിനെയാണ് നോസിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കുഴൽവായ അല്ലെങ്കിൽ നാസിക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ആ കുഴൽവായ വെക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? സ്വീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമർത്തുക. ഹാൻഡിൽ വെച്ച് നമ്മളിപ്പോ എങ്ങനെയാണ് നമ്മളിപ്പോ ഫയർമാനിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, മമ്മൂട്ടിയുടെ ഒരു ഫിലിമില് ഫയർമാൻ, അതിലെങ്ങനെയാണ് തീപിടുത്തം ഉണ്ടാകുമ്പോ അവരെന്താണ് വെള്ളം എങ്ങനെ ഒഴിക്കാം? എന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്യാം? വലിയൊരു ഹോസ് അല്ലെ, വലിയൊരു എന്താണ് ഹോസിൽ നിന്ന് വെള്ളം ചീറ്റിക്കുന്നുണ്ട്. എങ്ങനെയാ ചെയ്യുന്നത്? കുഴൽവായയുടെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈ ഇങ്ങനെ പിടിച്ച് അമർത്തും അല്ലെ, എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും ഇല്ലേ? സ്വീപ്പ് നോസിൽ സൈഡ് ടു സൈഡ്, സൈഡിലേക്ക് ഇങ്ങനെ അടിക്കുന്നത് എന്താണ്? തീ പെട്ടെന്ന് അണയും അല്ലെ. സൈഡിലേക്ക് നമ്മൾ അടിക്കുമ്പോൾ തീ പെട്ടെന്ന് നല്ല ശക്തിയിൽ പ്രഷറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം പമ്പ് ചെയ്യുമ്പോ നമ്മുടെ ഈ ഓസിന്റെ ഇതിന്റെ എന്താ പറയാ അറ്റത്ത് നമ്മൾ കൈ പിടിച്ച് അമർത്തും. അപ്പൊ ഇങ്ങനെ വെള്ളം ഇതാവും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൈഡ് ടു സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അടിച്ചു കൊടുക്കുമ്പോൾ എന്താണ്? പെട്ടെന്ന് തീ ഒഴിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. PASS. ക്ലിയർ ആയോ? Pull the wheel and nozzle at the base of a fire. Squeeze the handle. Sweep nozzle side to side. ക്ലിയർ ആണോ അത്? PASS. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ്? It is your responsibility to aware of the location of the fire alarms, pull stations and extinguishers which are positioned near the stairwells in the hospital. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുന്നത്. ഈ ലൊക്കേഷൻ ഓഫ് ദി ഫയർ സ്റ്റേഷൻ, ആ ലൊക്കേഷന്റെ പോലീസ് സ്റ്റേഷന്റെ ആ ലൊക്കേഷൻ, അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിന്റെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്? ഈ സ്റ്റാഫിന്റെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം അതിന്റെ ലൊക്കേഷൻ വരുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? ഈ സ്റ്റേഴ്സിന്റെ ഒക്കെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഇങ്ങനെ കോണിപ്പടിയുടെയൊക്കെ അടിയിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം ഇല്ലേ? കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ശ്രദ്ധിക്കാട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്റെ അത് തൊട്ടടുത്ത അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട് ഇല്ലേ നമ്മള്? ഓക്കെ, അപ്പൊ അതിന്റെ ലൊക്കേഷൻ വരുന്നത് ഈ സ്റ്റേഴ്സിന്റെ ഒക്കെ അടിഭാഗത്തോട്ട് അല്ലെങ്കിൽ അതിനോട് ചേർത്തിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? When you hear the fire alarm. ഫയർ അലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ക്ലോസ് ഓൾ വിൻഡോസ് ആൻഡ് ഡോർസ് അല്ലെ, വിൻഡോസ് അതുപോലെ തന്നെ ഡോറുകൾ ക്ലോസ് ചെയ്യാം. ക്ലിയർ ദ ഹോൾവേസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് ഫർണിച്ചർ.
എന്താണ് ഇടനാഴി, ഓൾവേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടനാഴി ട്ടോ. അപ്പൊ ഇടനാഴിയിലെ ഉപകരണങ്ങൾ ഫർണിച്ചേഴ്സ് ഒക്കെ നീക്കം ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ റീഅഷ്വർ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. റീഅഷ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധൈര്യപ്പെടുത്താം. പേഷ്യൻസിനൊക്കെ പരിഭ്രാന്തിയായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിപ്പോ എന്താണ് തീ പിടിച്ച് എന്ത് മരിക്കോ എന്നൊക്കെ ഒരു ഭയം ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെ നമ്മള് ധൈര്യത്തോടു കൂടി ധൈര്യം കൊടുക്കുക വിസിറ്റേഴ്സിന് ചെയ്യാം, അതുപോലെ തന്നെ പേഷ്യൻസിന് ചെയ്യാം. Review patient status in proportion for and evacuation. Evacuation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒഴിപ്പിക്കാറുണ്ട് അവിടെ നിന്ന് പേഷ്യൻസിനെ ഒഴിപ്പിക്കും. അപ്പൊ ഒഴിപ്പിക്കുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ കണ്ടീഷൻ മോശമാണോ, കണ്ടീഷൻ ബെറ്റർ ആയിട്ടാണോ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്, നമ്മൾ ഒഴിപ്പിക്കുന്ന സമയത്ത് ടൈമിൽ രോഗിയുടെ അവസ്ഥ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. Return to regular duties once the all clear is announced. നമ്മള് എല്ലാം കഴിയുമ്പോൾ അവര് ഓൾ ക്ലിയർ എന്ന് പറഞ്ഞിട്ട് അവർ അനൗൺസ്മെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ അനൗൺസ്മെന്റ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അവരവരുടേതായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഡ്യൂട്ടിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ പോകണം. ഓക്കെ, നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാവരും എന്തൊക്കെയാണ് രോഗികളെ കറക്റ്റ് ആക്കി അല്ലെങ്കിൽ ഒഴിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി എല്ലാം ക്ലിയർ ആയി കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അവരെന്ത് പറയും, ഓൾ ക്ലിയർ എന്ന് പറയും. അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം, അവരവരുടെ ഡ്യൂട്ടിയിലേക്ക് അവര് തിരിച്ചു മടങ്ങേണ്ടതാണ്. അവര് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ അതിലേക്ക് അവര് ചെയ്യാനായിട്ട് പോകാം. ക്ലിയർ എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയിലേക്ക് റെഗുലർ ഡ്യൂട്ടി എന്താണോ അത് അതിലേക്ക് അവര് മടങ്ങേണ്ടതാണ്. Turn on all lights. ഓക്കെ, എല്ലാ ലൈറ്റ്സുകളും ഓൺ ചെയ്യാം. Do not use the elevators. Elevators എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലിഫ്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. Absolutely no unnecessary outgoing phone call. Staff will assign someone to stay by the telephone. ഇനി എന്താണ് ഇവിടെ പറയുന്നത്, അനാവശ്യമായിട്ടുള്ള ഫോൺ കോളുകളൊന്നും ചെയ്യാതിരിക്കുക. ഔട്ട്ഗോയിങ് ഫോൺ കോൾസ് ഒക്കെ ഇപ്പൊ ഒരാളെ അവിടെ ഫോണിൽ ആ ഓഫീസിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് ചിലപ്പോ അനാവശ്യമായിട്ട് ചിലപ്പോ വീട്ടിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല, നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള ഫോൺ കോളുകൾ നമ്മൾ മാറ്റുക. അതുപോലെ തന്നെ എന്താണ്, ഫോണിന്റെ അവിടെ ആ ടെലിഫോൺ എവിടെയാണോ അവിടെ എന്ത് ചെയ്യണം, ഒരു സ്റ്റാഫിനെ നമ്മൾ നിർബന്ധമായിട്ട് നിയോഗിക്കണം. അവിടെ അങ്ങനെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോ ഫയർ ഉണ്ടായ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയാക് അറസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അഥവാ അവിടെ ആളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരാളെ നിയോഗിച്ചിരിക്കാം. അതുപോലെ തന്നെ അയാള് അനാവശ്യമായിട്ടുള്ള ഫോൺ കൊടുക്കൊന്നും ചെയ്യാനായിട്ട് പാടില്ല, കൃത്യമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും വേണം. ഓക്കെ, മനസ്സിലാക്കി.
ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇത്ര വരെ എടുത്തതിൽ? നമുക്ക് ഇത്ര വരെ നിർത്താം കേട്ടോ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.